US ഓപ്പൺ ടെന്നീസ് പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ കാർലോസ് അൽക്കറാസിനെ നേരിടും. ഇരുവരും സീസണിലെ 3-ാം ഗ്രാൻഡ് സ്ലാം ഫൈനലിലാണ് ഏറ്റുമുട്ടുന്നത്. രാത്രി 11:30-ക്കാണ് മത്സരം. സീസണിലെ 3-ാം ഗ്രാൻഡ് സ്ലാം ലക്ഷ്യമിട്ട യാനിക് സിന്നർ, വിംബിൾഡണിലെ പരാജയത്തിന് മറുപടി നൽകാൻ കാർലോസ് അൽക്കറാസ്. US ഓപ്പൺ ടെന്നീസിന് ശേഷം പുരുഷ സിംഗിൾസിൽ ഇതുവരെ പൂർത്തിയായത് 7 ഗ്രാൻഡ് സ്ലാം ഫൈനലുകൾ. ഇതിൽ 7ലും കിരീടം ചൂടിയത് സിന്നർ അല്ലെങ്കിൽ അൽക്കറാസ്. ഇന്ന് ഇരുവരും തുടർച്ചയായ 3-ാം ഗ്രാൻഡ് സ്ലാം ഫൈനലിനിറങ്ങുമ്പോൾ കായിക ലോകം കാത്തിരിക്കുന്നത് ത്രില്ലർ പോരിനാണ്. കണക്ക് പുസ്തകത്തിൽ അല്പം മേൽക്കൈ അൽക്കറാസിനാണ്. ഇരുവരും 14 തവണ ഏറ്റുമുട്ടിയപ്പോൾ 9 തവണയും ജയം അൽക്കറാസിനൊപ്പമായിരുന്നു. ഇതിൽ അവസാനം ഏറ്റുമുട്ടിയ 5 ഫൈനലിൽ 4ലും അൽക്കറാസ് കിരീടം ചൂടിയപ്പോൾ വിംബിൾഡണിൽ മാത്രമാണ് സിന്നറിന് വിജയക്കൊടി പാറിക്കാൻ കഴിഞ്ഞത്. സീസണിലെ 3-ാം ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന സിന്നർ ഹാർഡ് കോർട്ടിൽ കഴിഞ്ഞ 26 മത്സരത്തിൽ തോൽവി അറിഞ്ഞിട്ടില്ല. അൽക്കറാസ് ആവട്ടെ ഫെഡററിന് ശേഷം ഒരു സെറ്റ് പോലും നഷ്ടപ്പെടാതെ US ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിലെത്തുന്ന ആദ്യ താരമാണ്. കിരീടം നിലനിർത്താൻ ലോക 1-ാം നമ്പർ സിന്നർ ഇറങ്ങുമ്പോൾ 2022 ശേഷം ആദ്യമായി ഫൈനലിലെത്തുന്ന അൽക്കറാസ് 6-ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ജയം ആർക്കൊപ്പമാണെങ്കിലും ബിഗ് 3യുടെ അപ്രമാദിത്വത്തിനു ശേഷം സിന്നറും അൽക്കറാസും ഗ്രാൻഡ് സ്ലാം കോർട്ടുകൾ അടക്കി ഭരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.